നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കുഴിയെടുത്ത് മൂടിയത് ആരെന്നറിയില്ലെന്ന് അജയൻ. മായ മണം പിടിച്ചു, സ്ഥലം തെറ്റിയില്ല. കൊച്ചി സ്വദേശി സുഭദ്രയുടെ കൊലപാതക കേസിൽ പോലീസ് തിരയുന്ന കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരമാണ് കോർത്തുശ്ശേരിയിൽ മാത്യൂസും ഭാര്യ ഷർമിളയും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുവളപ്പിൽ കുഴിയെടുത്തതെന്ന് അജയൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ശുചിമുറിയുടെ അറ്റകുറ്റപ്പണി നടത്താനാണ് 1 മാസം മുൻപ് മാത്യൂസ് അജയനെ പണിക്ക് വിളിച്ചത്. ഒരു ദിവസത്തെ പണി പൂർത്തിയായ ശേഷമാണ് ശുചിമുറിക്ക് സമീപം നീളത്തിൽ കുഴിയെടുക്കാൻ ആവശ്യപ്പെട്ടത്. പിറ്റേ ദിവസം പണിക്കെത്തി കുഴി മൂടിയ നിലയിൽ കണ്ടു. ചോദിച്ചപ്പോൾ തൊഴിലുറപ്പുകാർ മാലിന്യമിട്ട് കുഴി മൂടിയെന്ന് പറഞ്ഞു. കുഴി മൂടിയതിന്റെ മുകളിലിട്ടാണ് ശുചിമുറിയുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള കോൺക്രീറ്റ് കൂട്ടിയതെന്ന് അജയൻ പോലീസിന് മൊഴി നൽകി. കോർത്തുശ്ശേരിയിലെ വീട്ടു പരിസരത്ത് കുഴിച്ചിട്ട സുഭദ്രയുടെ മൃതദേഹം കൃത്യമായി കണ്ടെത്തിയത് പോലീസ് ഡോഗ് സ്ക്വാഡിലെ കടാവർ ഡോഗ് മായയുടെ മിടുക്ക്. മണ്ണിനടിയിലെ മൃതദേഹ സാന്നിധ്യം തിരിച്ചറിയുന്നതിൽ പരിശീലനം ലഭിച്ചവയാണ് കടാവർ നായികൾ. തിങ്കളാഴ്ചയാണ് എറണാകുളത്ത് നിന്ന് മായയെ എത്തിച്ച് പരിശോധന നടത്തിയത്. കുഴിക്ക് സമീപത്ത് മൃതദേഹത്തിന്റെ മണം പിടിച്ച് മായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സൂചന നൽകുകയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കടാവർ ഡോഗുകളിൽ ഒന്നാണ് മായ. കേരള പോലീസിലെ തന്നെ മർഫിയാണ് മറ്റൊന്ന്. 2020 പെട്ടിമുടി ദുരന്തം, 2021 കൊക്കയാർ പൂവഞ്ചിയിലുണ്ടായ ഉരുൾപൊട്ടൽ, വയനാട് ഉരുൾപൊട്ടൽ എന്നിവിടങ്ങളിലായി 25ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തി. വയനാട്ടിൽ 2 ആഴ്ചയിലേറെ സേവനമനുഷ്ഠിച്ചിരുന്നു. ഇലന്തൂർ നരബലി കേസിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായത് കേസ് അന്വേഷണത്തെ തന്നെ ഏറെ സഹായിച്ച നേട്ടമായി. പാലക്കാട് വടക്കഞ്ചേരിയിൽ കാട്ടിൽ കാണാതായവരെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് മായയാണ്. ബെൽജിയൻ മലന്നോ വിഭാഗത്തിൽപ്പെട്ടവയാണ് മായ. IS ഭീകരനായ ബിൻ ലാദനെയും അബൂബക്കർ അൽ ബഗ്ദാദിയെയും കണ്ടെത്തിയത് ഈ ഇനത്തിൽപ്പെട്ട നായയാണ്. തൃശൂർ പോലീസ് അക്കാദമിയിൽ നിന്ന് 2020 ബാച്ചിലാണ് പരിശീലനം പൂർത്തിയാക്കിയത്. P. പ്രഭാത്, KM മനീഷ് എന്നിവരാണ് മായയുടെ പരിശീലകർ. മനുഷ്യ ശരീരത്തിലെ രക്തം, മാംസം, എല്ലുകൾ എന്നിവയുടെ മണം മണ്ണിനടിയിൽ നിന്ന് തിരിച്ചറിഞ്ഞാണ് കടാവർ ഡോഗ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. മൃതദേഹം ഉണ്ടെന്ന് മനസ്സിലായാൽ കുറച്ച് ശബ്ദമുണ്ടാക്കും. തുടർന്ന് അവിടെ ഇരപ്പുറപ്പിക്കും. പരിശീലകർ പറഞ്ഞാൽ മാത്രമേ പിന്നീട് ഇവർ ഈ സ്ഥലത്തു നിന്ന് മാറുകയുള്ളൂ.